ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ വേഷം ഞാൻ വീട്ടിലാണ്. ഓക്കെ, ഞാൻ മാക്സി ഒക്കെ ഇട്ടിരിക്കുവാണ്, എൻ്റെ ഉമ്മാൻ്റെ മാക്സി. കാരണം ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മാൻ്റെ മാക്സി ഇടാം. അപ്പം എല്ലാ എന്താ പെൺകുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഈ അമ്മമാരുടെ വേഷം ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പം അതുപോലെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് കേട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ആയി 12 ദിവസം കൊണ്ടായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത്. പെട്ടെന്ന് എടുക്കുകയാണ്. ഇതിപ്പോൾ പെൺകുട്ടികൾക്ക് ആയിരിക്കും കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. എൻ്റെ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ എൻ്റെ വീഡിയോസ് കൂടുതൽ കാണാമെന്ന് എനിക്കറിയില്ല, ബട്ട് കാണുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിലല്ലാണ്ട് എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്കുകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് കാണിച്ചു തരാമെന്നുള്ളത്. കാരണം കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസിലാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ ഏതാണ് ലിപ്സ്റ്റിക്ക് ഇടുക, ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാമെന്നുള്ളത്. എൻ്റെ കുറച്ച് അധികം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 10 ഷെയ്ഡ് ഉണ്ടാവും. ഞാൻ എത്രയാണെന്നുള്ളത് എണ്ണിയിട്ടില്ല, കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഇത്ര ലിപ്സ്റ്റിക്കുകളാണ്. ഓക്കെ, ഇത്ര ലിപ്സ്റ്റിക്കേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കറൻ്റ്ലി മീൻസ് ഞാനിപ്പോൾ ബാക്കിയൊക്കെ ദുബായിലാണ്. പിന്നെ ഇവിടെ വന്നിട്ട് മേടിച്ചൊരു 3-4 ലിപ്സ്റ്റിക്കുകളുണ്ട്. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ബ്രാൻഡ് ഹീറോ ബ്യൂട്ടി. ഇതാണ് ബ്രാൻഡ്, ഇതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഹീറോ ബ്യൂട്ടീൻ്റെ ഈ ഒരു നട്ട്മഡ് ന്യൂഡ് അങ്ങനെ എന്തോ ആണ്. ഇത് കറക്റ്റ് പ്രൊനൗൺസ് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഭയങ്കര എനിക്കിതിൻ്റെ സ്മെല്ലും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പാക്കിംഗ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ലിപ്പിലിട്ടാൽ ലിപ്പിലിഷ്ട പോലെ എനിക്ക് തോന്നാറില്ല. നമ്മളൊരു 2 കോട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഞാനിപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അടുത്ത ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന് എനിക്ക് തോന്നുന്നു 800-900 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്കിതിൻ്റെ എല്ലാത്തിനെയും മിക്കുള്ളതിൻ്റെ റേറ്റ് അറിയാം. 900 ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ലിപ്സ്റ്റിക്കിന്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്യുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇയറിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് നൈക്കേൻ്റെ ചായ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ നൈക്കയിൽ നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രം നൈക്കയിൽ നിന്ന് പോയി മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ, നമ്മുടെ ലിപ്പിൻ്റെ ഈ ഒരു ഉള്ളിലത്തെ ഭാഗം, ആ ഒരു ഭാഗത്ത് ഇത് മറ്റേ ഒരു മരത്തെ റെഡ് പോലത്തെ ഒരു കളർ വരാറുണ്ട് ഈ കുറച്ച് കഴിയുമ്പോൾ, ഡ്രൈ ആയി കഴിയുമ്പോൾ. പക്ഷേ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്മഡ്ജ് ആവുന്നൊരു ഫീലും എനിക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ലിപ്പിലിട്ടതായിട്ട് തോന്നാറില്ല. ബട്ട് ഇത് പെട്ടെന്ന് തീരാറുണ്ട്. നമ്മളൊരു 1 മന്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ബാക്കിയൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 4-5 മന്തൊക്കെ നിൽക്കുമെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒരു 1 മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പെട്ടെന്ന് തീരും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കാറില്ല. ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതും ഞാൻ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം, മറന്നു ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ. എൻ്റെ എല്ലാം ന്യൂഡ് ഷെയ്ഡ്സ് ആയിരിക്കും കേട്ടോ വരുന്നത്. കാണുന്നില്ലല്ലേ? ഓക്കെ, ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു ബ്രൗൺ ടച്ചാണ്. നേരത്തെ കാണിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ്. എനിക്ക് എല്ലാം ബ്രൗൺ ടച്ച് ലിപ്സ്റ്റിക്കുകളാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു മെബിലെയിൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു വിനൈൽ എന്ന് പറയുന്ന വിനൈൽ ലിങ്ക് അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇതിൽ മൊത്തം കണ്ടോ, എൻ്റെ മൊത്തം എൻ്റെ ഐഷോടെ പാലറ്റ് എന്തോ പൊട്ടിയിട്ട് ഫുള്ള് ഇതായിട്ടുണ്ട്. ഓക്കെ,
ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിളായിട്ട് ഇടാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാലും നല്ല ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. പക്ഷെ പെട്ടെന്ന് തീരാറുണ്ട്. ഇതിട്ടാലും ലിപ്പിലിട്ട പോലെ തോന്നില്ല. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇതൊരു ഗ്ലോസിയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലോസി ഫിനിഷ് പോകും. അതിപ്പോൾ ഏത് ഗ്ലോസി ഇട്ടാലും നമ്മൾ ഓയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് പെട്ടെന്ന് പോകാറുണ്ട്. അപ്പോൾ അതുപോലെ ഇതും ഗ്ലോസി ഫിനിഷ് പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, പോകുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മൂഡി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, മൂഡി എന്ന് പറയുന്ന ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 3-4 ഷെയ്ഡ്സ് ഉണ്ട്. ബട്ട് അതൊക്കെ ദുബായിലാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ള കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഞാനൊരു 3 ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട്. എനിക്കിത് കുറേ നാളായിട്ട് ഞാൻ മേടിക്കാനായിട്ട് കാർട്ടിലിട്ട് വെച്ചിട്ട് മേടിക്കാണ്ട് പോയ സാധനമാണ്. അത് 3 ഒന്നുമില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഫേമസ് ഷെയ്ഡ് മേടിക്കണം, ഒരെണ്ണം മേടിക്കാനാണ് പോയത്. ബട്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ലോറിയലിൻ്റെ നമ്മുടെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ്. ഇത് ഒരു ക്രീമി ഒരു വെൽവെറ്റ് അല്ലെങ്കിൽ ഒരു ക്രീമി ടൈപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കിതിനൊരു ക്രീമി ടൈപ്പ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു മാറ്റ് ഫിനിഷാണ്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ 2 ഷെയ്ഡാണ്. ഞാൻ ശരിക്കും അവിടെ പോയപ്പോൾ ബൈ 2 get 1 ഫ്രീ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 2 എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആകെ ഉള്ള 2 ഷെയ്ഡ്സ് എനിക്കിഷ്ടമായ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഈ ബ്രൗൺ ടച്ച് വരുന്ന ഷെയ്ഡ്സാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൽ നല്ലതായിട്ട് തോന്നിയ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ 2 ഷെയ്ഡാണ്. ഒന്നെന്ന് പറയുന്നത് വർത്ത് ഇറ്റ് മീഡിയം എന്ന് പറയുന്ന ഷെയ്ഡും ഒന്ന് സ്നൂസ് യുവർ അലാറം എന്ന് പറയുന്ന ഈ ഒരു 2 ഷെയ്ഡാണ്. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എവിടെ പോയാലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഷെയ്ഡ് ഇതാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഇത് ബൈ 1 get 1 അല്ല ബൈ 2 get 1 ഫ്രീ കിട്ടിയതാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് ഞാൻ പൈസ കൊടുത്തില്ല. ഇതിൻ്റെ 2 മാത്രമേ ഞാൻ പൈസ കൊടുത്തുള്ളൂ. ബട്ട് വേറെ ഷെയ്ഡ്സ് ഒന്നും അതിൽ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് ലേസി സൺഡേ എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ലേസി സൺഡേ എന്ന് പറയുന്നതാണ്. ബട്ട് ഇതിൻ്റെ ഷെയ്ഡ് നല്ല ഡാർക്കാണ്. എൻ്റെ പിന്നെ അധികം ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്തായാലും മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചൊരു ഷെയ്ഡാണ് ഇത് പർച്ചേസ് ചെയ്തത്, മീൻസ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, ഈ ഒരു ഷെയ്ഡ് വരുന്നത് ലേസി സൺഡേ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, ഇതൊന്നും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു മെറൂൺ, ഒരു റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു വർത്ത് ഇറ്റ് മീഡിയം എന്ന് പറയുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്, വർത്ത് ഇറ്റ് മീഡിയം. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. നല്ല കിടിലം ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഇത് ഇട്ടിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഷെയ്ഡ് എന്നുള്ളത്. പിന്നെ ഇത് ലേസീസ് അല്ല, സോറി, ഇതേതായിരുന്നു, സ്നൂസ് യുവർ അലാറം. ഇതാണ് ഷെയ്ഡ്. ഇത് കാണില്ല നിങ്ങൾക്ക്. ഇതാണ് ഷെയ്ഡ്. ഓക്കെ, ഇതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഷെയ്ഡും കിടിലം ഷെയ്ഡാണ്. പിന്നെ ഞാൻ കാണിക്കുന്ന ഷെയ്ഡ്, എൻ്റെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റെഡ് ഷെയ്ഡ്സ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. ബട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ യൂസേ ചെയ്തിട്ടില്ല. ഇതാണ് ഷെയ്ഡ്. കണ്ടോ ഡാർക്ക് ഷെയ്ഡ് കണ്ടോ, റെഡ്, നല്ല കിട്ടുള്ള റെഡാണിത്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷെയ്ഡാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാറില്ല, ബട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്, ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഹൈറ്റി എന്ന് പറയുന്ന ഇത് പോഷ് അങ്ങനെയാണ് പ്രൊനൗൺസ്. പോഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പം ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2 വർഷമായി ഇത് ശരിക്കും. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇതാണ് ഷെയ്ഡ്. ഒരു ബ്രൗൺ ടച്ചാണ് ഈ ഒരു ഷെയ്ഡ്. ഒരു നല്ല ബ്രൗൺ ആണ്. ഇത് എല്ലാ ആൾക്കാർക്കും ചേരില്ല, ബട്ട് എന്നാലും ചേരും. പിന്നെ എനിക്കിത് ഇഷ്ടമാണ്. ഇത് നമ്മൾ ലിപ്പിലിട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ദുബായ് നമ്മുടെ എവരിഡേൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് എത്ര ദർഹംസാനിക്കും? ഇത് 3 ദർഹംസാൻ്റെ ഉള്ളൂ. ഇത് നല്ല ഷെയ്ഡായത്. ഞാൻ പിന്നെ ചുമ്മാ ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ പിന്നെ കാണിക്കുന്നതേ ഉള്ളത്. ഇതാണ് ഷെയ്ഡ്. ബട്ട് എൻ്റെ പൊന്നോ കിടിലം ഷെയ്ഡാണിത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സിൽ
വെച്ചു എന്നേ ഉള്ളൂ. ഇതും കിടിലാണ്, പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ അത്രയ്ക്ക്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് വരെ ആ ഒരു കളർ ഷെയ്ഡ് അതിൽ നിൽക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷാർലറ്റ് ടിൽബറിൻ്റെ വാക്ക് ഓഫ് ഷെയ്മോ വാക്ക് ഓഫ് അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ്, എനിക്കത് മറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ഇത് പൊട്ടിപ്പോയി ഗൈസ്, എനിക്കത് പൊട്ടിപ്പോയി. ഓക്കെ, ഇതുണ്ടോ ഷെയ്ഡ്, നല്ല കിടില ഷെയ്ഡാണ്. ഇനി എനിക്കിത് മേടിക്കണം, കാരണം നല്ല കിടില ഷെയ്ഡാണ്. ഇത് ഞാൻ മേടിക്കും. അത് ഒരു ഷെയ്ഡാണ്, അതും ഇട്ടാൽ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, ബട്ട് നല്ല ഷെയ്ഡാണ്, കിടിലം ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. ഇത് മാക്സ് ഫാക്ടറിൻ്റെ കളർ എലിക്സർ സോഫ്റ്റ് മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്, ബട്ട് കിടിലാണ്, എനിക്ക് ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഷെയ്ഡ്സാണ് പറയാനുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്സിൽ ഇത്രയും ഷെയ്ഡാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പം റമദാൻ വ്ളോഗൊക്കെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നത്, പക്ഷേ റമദാൻ വ്ളോഗ് ഞാൻ എടുക്കാത്തതിൻ്റെ റീസൺ എനിക്കിപ്പോൾ പീരിയഡ്സ് ആയതുകൊണ്ട് എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് കാണിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് റമദാൻ വ്ളോഗ് എനിക്ക് എടുക്കാനൊരു താല്പര്യമില്ലാത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കുകയാണെങ്കിൽ, മീൻസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്നറിയില്ല. എല്ലാവരും പിന്നെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയും, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നാലും പ്രശ്നമില്ല, ഞാൻ എടുക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.